പെരിന്തൽമണ്ണയിൽ എന്താണ് പരിപാടി എന്നുള്ളതാണ് പല ആൾക്കാരുടെ ചോദ്യം. പെരിന്തൽമണ്ണയിൽ എന്തോ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ പോവുകയാണ്, എന്താ സംഭവം എന്നുള്ളതാണ് പല ആൾക്കാരുടെ സംശയം. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പെരിന്തൽമണ്ണയിൽ ഈ വരുന്ന മെയ് 11 തീയതി 2025 മെയ് 11 കേരള സ്റ്റുഡൻസ് കോൺഫറൻസ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ, അത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, വിദ്യാർത്ഥിയാണോ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം. നിങ്ങൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ അങ്ങനെയുള്ള ജെൻഡർ വ്യത്യാസം കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അങ്ങോട്ടേക്ക് കടന്നു വരാം. അപ്പോൾ ആ പ്രോഗ്രാമിന്റെ ഭാഗമായി, ആ പ്രോഗ്രാം നടക്കുന്നത് നിങ്ങൾക്കറിയാം, പെരിന്തൽമണ്ണയിൽ രാവിലെ മുതൽ രാത്രി 9:30 വരെ നടക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ ഭാഗമായി അതിന് തൊട്ട് മുമ്പുള്ള 5 ദിവസം, അതായത് നാളെ മെയ് 6 മുതൽ മെയ് 10 വരെ നമ്മളൊരു വലിയ വൈജ്ഞാനിക പ്രദർശനം ദ സൊല്യൂഷൻ എന്ന പേരിൽ ഈ ഒരു സമ്മേളന നഗരിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതായിരിക്കും പല ആൾക്കാരും സംശയം. നമ്മൾ സാധാരണ ഒരു എക്സിബിഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലക്സുകൾ കാണുന്നു, നമ്മളിങ്ങനെ വായിച്ച് നടന്നു പോകുന്നു എന്നതിനപ്പുറം പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മളുടെ മനസ്സിനെ, ഒരുപക്ഷെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിദ്യാർത്ഥി തലമുറക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലഹരിയാണ്, ലഹരി ഒരു വലിയ വിപത്താണ്. അതേപോലെ തന്നെ കുട്ടികളൊക്കെ വഴിതെറ്റുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പാരന്റ്സിന്റെ വലിയൊരു കൺസേൺ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പറയുന്ന നമ്മുടെ സൊല്യൂഷനിലേക്ക് കടന്നു വരാം. അവിടെ വലിയ രീതിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡീടോക്സ് ജംഗ്ഷൻ. ഡീടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ കുട്ടികളൊക്കെ ലഹരിയിലേക്ക് പോകുമ്പോൾ ആ ലഹരിയിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ തിരിച്ചു നടക്കാം എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഡീടോക്സ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. ആ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള മറ്റൊരു ഏരിയ, സ്കിൽസ് വില്ല എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾക്ക് പലപ്പോഴും കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ അത്രത്തോളം നമ്മൾ അറിയുന്നില്ല, നമ്മൾക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് കിട്ടിയത് എന്നുള്ളത് അല്ലെ. കാഴ്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. ഈ കാഴ്ചയില്ലാത്ത ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് നമുക്ക് അവിടെ ഉണ്ടാവും. അതിന്റെ ഏറ്റവും ഒത്ത നടുവിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ളൊരു ഒരുമിച്ച് കുടുംബസമേതം അങ്ങോട്ടേക്ക് പങ്കെടുക്കാനുള്ള അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ നമുക്ക്, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം വിഷ്വൽ തിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഹലാലായിട്ടുള്ള ഒരു തിയേറ്റർ ആണ് അവിടെ ഒരുക്കുന്നത്. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ പിന്നെ തിയേറ്റർ എന്നുള്ളതൊന്നും, സിനിമ എന്നുള്ളതൊക്കെ ഹറാമാണ്. അതിനപ്പുറം എന്താണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്, ഈ ഒരു എക്സ്പീരിയൻസ് ലഭിക്കേണ്ടത്, അങ്ങനെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും ലഭിക്കുന്ന അങ്ങനെ പല ഏരിയാസ് അവിടെ ഉണ്ട്. അപ്പൊ കുടുംബസമേതം എല്ലാവരും ഈ വരുന്ന മെയ് 6 മുതൽ 10 വരെ അസറിന് ശേഷം, അതായത് ഒരു 5 മണിയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു എക്സ്പോ അവിടെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു വരാം. ഓരോ ദിവസവും ഒരുപാട് പ്രോഗ്രാമുകളും മറ്റൊരു സൈഡിൽ അവിടെ നടക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു അവധിക്കാലത്ത് നമ്മൾ കുടുംബസമേതം അങ്ങോട്ടേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, അതിനുശേഷമുള്ള മെയ് 11 നമ്മുടെ പ്രോഗ്രാം നടക്കുന്നു, കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുന്നു. എന്താണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലുള്ളത്, എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ചും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിലേക്കും ആ സംവാദത്തിലേക്കും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.